Praise the Lord. Hallelujah. Happy New Year once again. Feels so good to be in the presence of God, in the house of God, right? Amen. എത്ര സന്തോഷത്തോടെ ഇന്ന് രാവിലെ നമുക്കിവിടെ ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കണം. അവിടെ ഇവിടെയും ആളുകൾ നടക്കരുത്. പുറത്ത് ഫോയറിലും ഫെലോഷിപ്പ് ഹോളിലുമായിട്ട് ആളുകൾ കൂടി നിൽക്കരുത്. There is no need for that. Anything that you want to do, you can do it later. So I would earnestly request every one of you to come into the sanctuary and be seated for the hearing of God's word. ദൈവവചനത്തെ, ദൈവ സാന്നിധ്യത്തെ ഒരിക്കലും അലക്ഷ്യമാക്കരുത്. That is very, very important. And the only purpose we come to the church is to worship the Lord together. Amen. ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒഫീഷ്യലായിട്ട് റെസ്പോൺസിബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അതർവൈസ് പ്ലീസ് ബി ഹിയർ വിത്തിൻ ദ സാങ്ച്വറി എവ്രി വൺ ഓഫ് അസ്. ഇന്ന് നമ്മൾ ചിന്തിച്ചു വന്ന കേട്ടുവന്ന മെസ്സേജിൻ്റെ ലാസ്റ്റ് മെസ്സേജ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. Today we want to share with you the series of messages we have been speaking, and we will conclude here today. Living with the mind of Christ എന്നുള്ളതായിരുന്നു ടോപ്പിക്ക്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നാം ജീവിക്കുക. The topic we have been discussing was living with the mind of Christ. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു പ്രസംഗങ്ങളുടെ പ്രഭാഷണങ്ങളുടെ ഒരു സീരീസിൽ ഒന്ന് മാത്രമാണ്. And this is only one of the series from the book of Philippians. കഴിഞ്ഞ പല ആഴ്ചകളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. We have been listening from that passage for the last few days. ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് we are come to the concluding message. ഇത് രണ്ടാം അധ്യായം, ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. And this is based on the text Philippians chapter 2 verse 9 through 11. നമ്മൾ അവിടെ വായിക്കുന്നു. ഞാൻ ഒരിക്കൽ വായിക്കാം 9 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Therefore God exalted him to the highest place and gave him the name that is above every name, that is the name of Jesus. Every knee should bow in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. യേശുവിൻ്റെ മനസ്സുള്ളവരായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? How can we live with the mind of Christ? ഒരു റെഡ് ലൈറ്റ് ക്രോസിങ്ങിൽ ഒരു കാറിനുള്ളിൽ ഹസ്ബൻഡും വൈഫും കൂടെ ഭയങ്കര ആർഗ്യുമെന്റ് നടക്കുകയായിരുന്നു. At a red light, husband and wife was arguing inside the car. അപ്പോൾ ഈ ആർഗ്യുമെന്റ് ഒരുപാട് വോളിയമായിരുന്നു. അതിന്റെ സൗണ്ട് ഒത്തിരി കൂടിയിട്ട് പുറത്തുള്ളവർക്കും കേൾക്കാമായിരുന്നു. And the people outside the car could also hear the argument because the volume was pretty high. അപ്പോൾ ഒരു ഹോംലെസ് ഒരു ഗായ് മുന്നോട്ട് വന്നിട്ട് അവരെ നോക്കിയിട്ട് ഒരു സൈൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സൈൻ ഇങ്ങനെ അവരെ കാണിച്ചു. And a homeless guy who was standing by the road, and he showed them the sign that was in his hand. ആ സൈനിൽ എഴുതിയിരുന്നത് സ്മൈൽ ഇഫ് യു ലവ് ജീസസ്. The sign said യേശുവിനെ നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ നിങ്ങൾ സ്മൈൽ ചെയ്യാം. അപ്പം ഒരു മൊമെന്റ് പോലും ചിന്തിക്കാതെ അവർ രണ്ടും സ്മൈൽ ചെയ്തു. And without thinking about it, they both smiled looking at the sign. അപ്പം ഹോംലെസ് മാനിന് വലിയ സന്തോഷമായി. But the homeless man was very pleased. അദ്ദേഹം പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. But at least you are loving the Lord, and I'm pleased. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യേശുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ്. And oftentimes we think by living with the mind of Christ is just believing in Christ. എന്നാൽ യേശു ഇടപെട്ടതുപോലെ, യേശു സംസാരിച്ചതുപോലെ മറ്റുള്ളവരോട് ഇടപെടുക, അങ്ങനെ അവരുടെ മധ്യേ വർത്തിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മറന്നു പോവുകയാണ്. Oftentimes we forget the importance of living right Christ and modeling Christ among the people that we live.
യേശുവിന്റെ മനസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് നിർത്തുക എന്നല്ല അർത്ഥം. No, living with the mind of Christ, that does not mean we stop what we're doing or thinking our thinking. പിന്നെ എന്തുവാ അർത്ഥം? What does that mean? യേശുവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. Start thinking like Jesus in your life. മറ്റുള്ളവരോടുള്ള കരുണ, സ്നേഹം, ശുശ്രൂഷ മനോഭാവം, താഴ്മ, വിനയം, ഇതെല്ലാം നമ്മിൽ വിളങ്ങി കാണുവാനിടയാകും. All the characters of Jesus, like humility and love and serving others, being reflected in our life. That's what thinking, living like with the mind of Christ. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്ന് വായിച്ചത് യേശുവിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ എഴുതിയിരിക്കുകയാണ് 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. Verse 9, chapter 2, verse 9 says, therefore God exalted him to the highest place and gave him the name that is above every name. അപ്പോൾ ഇപ്പോൾ കർത്താവിന്റെ നാമം എങ്ങനെയുള്ള നാമമാണ്? So what type of name is the name of Jesus? സകല നാമത്തിനും മേലായ നാമം. That is the name that is above every other name. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. God has exalted him to the highest. സകല നാമത്തിനും മേലായ നാമം അവന് നൽകിയിരിക്കുന്നു. He has been given the name that is above every other name. എന്തുവാ ഇതിന്റെ അർത്ഥം? So what does that really mean? ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെ വിശദമായി നിൽക്കാതെ ഞാൻ മുന്നോട്ട് പോയി ഇന്ന് അവസാനിപ്പിക്കണം. There are many things to explain, but we want to move on. സകല നാമത്തിനും മേലായ നാമം എന്ന് പറയുമ്പോൾ ആ നാമത്തിന്റെ അധികാരം നമ്മൾ ഓർത്തുകൊള്ളണം. So when it is says that the name above every name, means you need to understand the authority of that name. ഒരു വലിയ കൺട്രോൾ റൂമിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. Think about a control room. അവിടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. There is a super computer in there. അപ്പൊ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്നതാ, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മെ ഭയം ജനിപ്പിക്കുന്ന. And the things that we see on the screen of the computer that often gives us anxiety and we don't understand what's going on. കാറ്റും കോളും തിരമാലയും പ്രശ്നങ്ങളും കൊലയും ചതിയും എല്ലാം അതിൽ കൂടെ കാണാം. And all the things that goes on outside, the storm and the wind and the violence, all those things you can see. ദുഷ്ടത പെരുകുന്നത് അതിൽ കൂടെ കാണാം. And the evil is growing, and you can understand and see that on the screen. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു സ്ക്രീൻ ഉണ്ട്. And among all the screens there is another screen. അതിൽ എഴുതിയിരിക്കുക all authority. And on that screen it is written all authority. എല്ലാ അധികാരവും ഉള്ള ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. And there is somebody who has all the supreme authority. ഈ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഭയം ജനിപ്പിക്കുന്നതാണ്. All the things that we see on the screen generate fear. പക്ഷേ all authority, സകല അധികാരവും ഉള്ള ഒരുവനുണ്ട്. But there is somebody who has all authority over all these things. വളരെ കാമായിട്ട് അവൻ ഇരിക്കുക. And he is seated very calmly. പാനിക് ചെയ്യുന്നില്ല, ഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്രപ്പാടോടെ നോക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യുന്നില്ല. He is not panicking or troubled by all the things that is going on. കാരണം എന്താണെന്ന് അറിയാമോ? Do you know why? ലോകം എത്ര തിരമാല ഉയർത്തിയാലും എത്ര പ്രശ്നങ്ങൾ വർദ്ധിച്ചാലും കൺട്രോൾ അവന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. Because he knows that he will never lose control regardless the world is going through the ebb and flow and the waves and the wind come against all the events that happen. ഇതവൻ സൃഷ്ടിച്ച ലോകമാണ്. Because he created this universe. സങ്കീർത്തനം 93:1 നമ്മൾ വായിക്കുന്നു. In Psalm 93 verse 1 we say, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. The Lord is reigning in heaven, because of that the earth is not moved. അപ്പം കർത്താവ് ബലം ധരിച്ചുകൊണ്ട് അരക്കി കെട്ടിക്കൊണ്ട് മഹിമ ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആസനസ്ഥനായതുകൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുക. Because he is in authority, he is in his glory, he is in authority, reigning in heaven. Because of that he is not, the earth does not move. നമ്മൾ ഇളകാതെ ഉറച്ചു നിൽക്കുന്നത് അവൻ സീറ്റഡ് ആയതുകൊണ്ടാണ്. We are not being moved because he is seated firmly. ബലം അരക്കി കെട്ടിക്കൊണ്ട് അവൻ ഇരിക്കുന്നത് കൊണ്ടാണ്. Because he is robed himself with strength, that is why we are not moved. ഇല്ലേ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് നമ്മൾ വായിക്കുന്നു. If the foundations are shaken, what would the righteous do? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എങ്ങനെയാ എന്നോട് പറയുന്നത്? How can the birds sing and say that the foundations are shaken and flow onto the mountain? യഹോവ തന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനാണ്,
അവൻ അധികാരത്തിലാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം I കരയറ്റുന്നു. thank God because Jehovah our God is seated on the throne and he is in control. He is sovereign over ഇവിടെ everything. വായിക്കുന്നത് അവന് ഏറ്റവും വലിയ നാമം നൽകി. Here it is written that he's been given the name that is above every name. സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. And he's been exalted and given the name above every name. എന്തുവാ ഈ നാമം, സകല നാമത്തിനും മേലായ നാമം എന്ന് പറഞ്ഞു? So what does it mean giving the name that is every name? ബൈബിളിൽ നമുക്കറിയാം, നമ്മൾ ആരംഭം മുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ If you read the Bible from the beginning, പേര് എന്ന് പറയുന്നത് വെറും ഒരു ലേബൽ അല്ല. a name is not just a label. അതിൽ ആ പേരിൽ ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരമുണ്ട്. Even in the name there is an authority is included. ആ പേരിൽ ഒരു പരിചയമുണ്ട്. And there is a familiarity with the name. ആ പേരിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. There is a status associated with the name. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പേരിന് പ്രാധാന്യം കൊടുത്ത് ഈവൻ ആളുകളുടെ പേര് തന്നെ കർത്താവ് മാറ്റുന്നത്. കർത്താവ് തന്നെ പേര് മാറ്റുന്നത്. Even that's why Jesus himself changed the name of people. പഴയ നിയമത്തിൽ നമ്മൾ പോയാൽ അബ്രാമിന്റെ പേര് അബ്രഹാം എന്നാക്കി In മാറ്റി. the Old Testament we see Abram's name was changed to Abraham. കാപട്യം നിറഞ്ഞ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി. And the deceiver Jacob, his name was changed to Israel. പുതിയ നിയമത്തിൽ വരുമ്പോൾ ശിമോൻ എന്ന് വിളിച്ചിരുന്നവനെ പത്രോസ് എന്ന് യേശു തന്നെ പ്രഖ്യാപിക്കും. In the New Testament we see Simon's name was changed to Peter. അപ്പൊ നമ്മൾ പറയാറുണ്ട് വാട്ട് ഈസ് ദെയർ ഇൻ എ നെയിം എന്ന്. പലപ്പോഴും നമ്മൾ ചോദിക്കും ഒരു പേരിനകത്ത് എന്തോ ഇരിക്കുന്നത്. പേരിന് അർത്ഥമുണ്ട്. There is a meaning to the name. പേരിനൊരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു അധികാരമുണ്ട്, അതിന് ഒരു പരിചയമുണ്ട്. There is a familiarity, there is an authority in the name. അപ്പൊ ആ പേരിനെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുക. In the word of God we read about the name. ഇത് അബ്രഹാമിന്റെയോ യാക്കോബിന്റെയോ ശിമോന്റെയോ ഒന്നും പേരല്ല. These are not ordinary names we see in the Bible like Abraham. യേശുവിന്റെ നാമം, It is the name of Jesus. സകല നാമത്തിനും മേലായ നാമം. It is the name above every name. എന്താ അതിന്റെ അർത്ഥം? What does that mean? എങ്ങനെയാണ് യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമായത്? How is Jesus' name become a name above all names? ഫിലിപ്പി ലേഖനം അത് പറയുന്നുണ്ട്. Philippians talk about that. ദൈവം ഉയർത്തുന്നത് ആരെയാ? And who does he lift up? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കേട്ടതാ. We have clearly heard the word of God even the last few days. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ to lift you up at the right time, humble yourself in the hands of God. എന്തുകൊണ്ട് യേശുവിനെ ഉയർത്തിയെന്ന് ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. It is written why Jesus was lifted. യേശു ദൈവത്തിനായിരുന്നു. that is a different thing, but here the reason ഇവിടെ പറയുന്ന കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തുണ്ട്. There is clear evidence written here why he was lifted even though he was the son of God. അപ്പോൾ യേശുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെയും ദൈവം ഉയർത്താൻ, ദൈവം ഉപയോഗിപ്പാൻ നമ്മൾ എന്ത് ചെയ്യുക? What should we do to be lifted just like Jesus was lifted? യേശു താഴ്മ തിരഞ്ഞെടുത്തു. Jesus chose humility. നമ്മളിൽ എത്ര പേര് താഴ്മ തിരഞ്ഞെടുക്കും? How many of you will choose humility? നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുന്ന പ്രൈഡ് അല്ലെ അഹംഭാവം. Oftentimes we choose pride over humility. എന്നാൽ യേശു തിരഞ്ഞെടുത്തത് താഴ്മ, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഒബീഡിയൻസ് തിരഞ്ഞെടുത്തു കർത്താവ്. Jesus chose obedience. He humbled himself to the death on the cross. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ താഴ്ത്തി. He humbled himself until the death on the cross. അപ്പോൾ യേശുവിനെ ദൈവം ഉയർത്തിയതിന്റെ കാരണം, so the reason why Jesus was lifted അവൻ up, താഴ്മ തിരഞ്ഞെടുത്തതുകൊണ്ട്, because he chose humility. അവൻ അനുസരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. He submitted himself for obedience. അവൻ ക്രൂശ് വരെയും സഹിപ്പാൻ അവൻ ഒരുങ്ങിയതുകൊണ്ട്, because he willingly allowed him to suffer on the cross. എപ്പോഴാ സംഭവിച്ചത് യേശുവിനെ ഉയർത്തിയത്? So when did this happen? Jesus was lifted. യേശു ദൈവപുത്രൻ എക്കാലവും ഞാൻ കർത്താവിന്റെ മേശയുടെ സമയത്ത് പറഞ്ഞതുപോലെ ഇത് ലേറ്റർ ഓൺ ഉണ്ടായ ഒരു സംഭവവികാസമൊന്നുമല്ല. This is not something happened just like we talked about at the communion യേശു time. കർത്താവ് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. And Jesus himself praying before the foundation of the earth that you saw me, I want you to be established in that glory. എന്നാൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തു അവൻ തന്റെ മഹത്വത്തിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് എപ്പോഴാ?
So when did he rededicate himself? The God who left the glories of heaven and came down to this earth, when was he അവൻ rededicated? ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് മൂന്നാം ദിവസം ദൈവം അവനെ ഉയർപ്പിച്ചപ്പോൾ, And after he was resurrected on the third day, he was died on the cross, but God himself resurrected him. അതിനുശേഷം അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ, After that, he was taken to the heaven. മഹിമയുടെ വലത്തുഭാഗത്ത് അവൻ ഇരുന്നപ്പോൾ, As he was seated on the right hand of the Father in the അവന്റെ glory. നാമം ഏറ്റവും വലിയ നാമമായി. And that is when his name was become the name above every name. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, God, his Father, lifted him up to the highest സകല level. നാമത്തിനും മേലായ നാമം അവന് നൽകിയിരിക്കുന്നു. He gave him the name above every name on earth. അതാണ് യേശുവിന്റെ നാമം. That is the name of Jesus. അതിന്റെ അർത്ഥം എന്തുവാ? ലോകത്തിന് അതിന്റെ അർത്ഥം എന്തുവാ? So for the പ്രസക്തി world, എന്തുവാ? what does that mean? എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ, If somebody says the name of Jesus is above all the other names, അവന്റെ അധികാരം മറ്റ് സകല അധികാരങ്ങളെക്കാളും വലിയ അധികാരമാണ്. that means his authority is supreme over all the authorities. യേശു കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞു, And Jesus said to Pilate, പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ ക്രൂശിക്കാനും അധികാരമുണ്ട്, നിന്നെ വെറുതെ വിട്ടയക്കാനും അധികാരമുണ്ട്. Pilate said, I can let you go or I can crucify you. അവൻ കർത്താവ് വളരെ ശാന്തതയോടെ പീലാത്തോസിനോട് In a മറുപടി പറഞ്ഞു. quiet manner, Jesus replied to Pilate, പീലാത്തോസെ, നിനക്കറിയാത്തൊരു കാര്യം എനിക്കറിയാം. but Pilate, there is something I know you don't know. ഉയരത്തിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ ഒരു അധികാരവുമില്ല. You have no authority other than you have received from above. രാജാക്കന്മാരെ വാഴിക്കുന്നത് ദൈവമാണ്. And our God is the one who puts kings in reign. രാജാക്കന്മാരെ സ്ഥാനങ്ങളിൽ നീക്കുന്നതും ദൈവമാണ്. The one who remove them from is also God. ഇവരുടെ എല്ലാ ഹൃദയം നീർത്തോട് കണക്കെ അവന്റെ കയ്യിലിരിക്കുന്ന വചനം And പറയുന്നു. he says all their heart are like brooks flowing. That's what it says. നിങ്ങൾ ഈ ലോകത്തിലെ അധികാരങ്ങളെയും അധികാര സ്ഥാനങ്ങളെയും വ്യക്തികളെയും ഒക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. You don't need to be worried or concerned about the authorities of this earth. മാനുഷിക നിയമങ്ങൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി ഇരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം The പറയുന്നു. word of God admonishes us to be in submission, to be obedient to the authority of അത് this ദൈവം world. തന്നെ നിയമിച്ചതാണ്. And God ordained that. എന്നാൽ നാം ഭയപ്പെടുന്ന ദൈവത്തെ മാത്രമാകണം. Now we only need to fear God and Him alone. അപ്പോൾ ഈ ലോകത്തിൽ മറ്റുള്ള എല്ലാ അധികാരങ്ങൾക്കും മീതെ കർത്താവിന്റെ അധികാരമാണ്. Because the authority of Jesus is above all the authority of this world. ഹല്ലേലൂയ. Amen. ലോകം ഒരുപക്ഷെ അത് മനസ്സിലാക്കുകയില്ല. The world may not understand എന്നാൽ that. ചർച്ച അത് മനസ്സിലാക്കണം. The church should understand that. നമ്മൾ കെയർലെസ് ആയിട്ട് സഭയെക്കുറിച്ച് ചിന്തിക്കരുത്. Oftentimes we don't think of church very carelessly. ക്രിസ്തു സഭയുടെ തലയാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. We often say Christ is the head of the church. അതിന്റെ അർത്ഥം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. There are some hidden very specific things in that. ചുമ്മാ ഒരു പോയറ്റിക് ആയിട്ടോട് ഉപയോഗിച്ചിരിക്കുന്നതല്ല. തല ക്രിസ്തു, പിന്നെ നമ്മൾ അംഗങ്ങൾ യുക്തമായിട്ട് ചേർന്ന് വരുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അതൊരു പോയറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നതല്ല. It is not only a poetic expression that the Christ is the head of the church and we are all the members, we just get along. ചർച്ച എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഒരുമിച്ച് നിൽക്കണം, എങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. Everything that how the church should behave and how the church would to love each other and conduct each other is written in there. എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമമായതുകൊണ്ട്, Because the name of Jesus is above all names, സഭ എപ്പോഴും ഓർക്കണം, എല്ലാറ്റിന്മേലും അധികാരമുള്ളവൻ അവൻ മാത്രമാണ്. the churches should be often reminded that He is the supreme authority. His name is above all names. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സിറ്റുവേഷൻസിനെ നോക്കിക്കൊണ്ട് പറയുവാൻ നമുക്ക് കഴിയണം, എല്ലാറ്റിന്മേലും അധികാരമുള്ളവനായ അവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. Looking at our situations, we should claim every authority is given to Him. He is the name above every name. ഓളങ്ങളും തിരമാലകളും ഉയരുമ്പോൾ അവയെ നോക്കിക്കൊണ്ട് പറയണം, ഇതിന്മേലെല്ലാം അധികാരമുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. Looking at the waves and the wind, you need to claim that our Jesus has supreme authority over all these things. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ തലയാകുന്ന ക്രിസ്തു ശരീരമാകുന്ന സഭയെ
നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, നടത്തിക്കൊണ്ടിരിക്കുക. So the Christ, the head of the church, is controlling the body that is the believers. ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിസ്തുവാണ് ഈ സഭയെ ഒരുമിച്ച് നിർത്തുന്നത്. And Christ is the one keeps this church together. ഈ തലയിൽ നിന്ന് നാഡീ ഞരമ്പുകളും എല്ലാം നമ്മുടെ ശരീരങ്ങളിലേക്ക്, നമ്മുടെ അംഗങ്ങളിലേക്ക് വ്യാപരിച്ച് അതിനെ ഒന്നായി നിർത്തുന്നത് ഈ തലയാണ്. So the head, the brain itself, is the one controls the blood flow and the nerves and all the things towards the body. അപ്പം തലയുടെ പ്രാധാന്യം അറിയുന്നവര് ശരീരത്തിന്റെ യൂണിറ്റിക്ക് വേണ്ടി യത്നിക്കും. And so those who understand the importance of the head will work for the unity of the church. നമ്മുടെ ഗിഫ്റ്റിംഗ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. Our giftings may be different. നമ്മൾ വന്ന കൾച്ചേഴ്സ് ഡിഫറെന്റ് We ആയിരിക്കാം. came from different cultures. നമ്മൾ ഇവിടെ ചെയ്യുന്ന റോൾസ്, ദൗത്യങ്ങൾ Our വ്യത്യസ്തമായിരിക്കാം. roles in the church will be different. എന്നാൽ ഇതെല്ലാം ഒരു ഹാർമണി വർക്ക് ചെയ്യാൻ കഴിയുന്നത്, യൂണിറ്റി നിൽക്കുന്നത് തലയാകുന്ന ക്രിസ്തുവിനോട് ഏകീഭവിക്കുമ്പോഴാണ്. But all these things work in harmony and unison because then you are in submission to the head, the church of God. സഭയുടെ തല ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലീഡർഷിപ്പ് ക്രിസ്തുവാ. So the church is Christ is the head of the church. That means he is the leader. ലീഡർഷിപ്പ് എന്ന് പറയുന്ന പാസ്റ്റേഴ്സ് അല്ല. And leadership is not pastors. അവർ ഹ്യൂമൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. They are only human instruments. എന്നാൽ യഥാർത്ഥ ലീഡർഷിപ്പിനായി നമ്മൾ നോക്കുന്നത് ആരെയാ? So who must we look at for the supreme leadership? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കർത്താവ്. So he is the standard bearer of our leadership. അവനെ നമ്മുടെ സ്റ്റാൻഡേർഡായി നമ്മൾ അവനെ നോക്കി കഴിയുമ്പോൾ, As we look at him as the standard of our leadership, നമ്മുടെ അതോറിറ്റീസ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? how will we exercise our authority? വളരെ ഹംബിളായിട്ട്, താഴ്മയോടെ അത് എക്സർസൈസ്. We will exercise our authority with humility. നമുക്കറിയാം, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ്. And faithfulness is something more important than what we control. അപ്പോൾ ഇതാണ് യേശുവിന്റെ നാമം. And that is the name of Jesus. ഇങ്ങനെ യേശുവിന്റെ നാമത്തെ സകല നാമത്തിനും മേലായ നാമമാക്കി. And that is how Jesus' name was exalted above all other names. അവസാന ഭാഗത്തേക്ക് വരാം. Let us come to the last passage. 10-11 വാക്യങ്ങളിൽ പറയുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. Verse 10 says, at the name of Jesus every knee should bow in heaven and on earth and under the earth. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി And വരും. every tongue acknowledge that Jesus Christ is Lord to the glory of God the Father. ഈ നാമത്തിന്റെ പ്രാധാന്യം എത്ര പേർക്കറിയാം? How many of you understand the significance of this name? ഇത് വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഉരുവിടാനുള്ളതല്ല. This is not a name that we just say for ആ formality. നാമത്തിലുള്ള ശക്തി തിരിച്ചറിഞ്ഞ നാമം ഇൻവോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. We should be able to invoke the authority of that name, and we need to understand the authority of ആ that name. നാമത്തിലെ അധികാരം അറിഞ്ഞ നാമത്തെ ഉപയോഗിപ്പാൻ നമുക്ക് കഴിയണം. We should be able to understand the authority behind the name and be able to use it. എല്ലാ നാവും പാടി വാഴ്ത്താൻ പോകുന്ന നാമമായത്. This is the name that every person will sing and praise. എല്ലാ മുഴങ്കാലും മടങ്ങാൻ പോകുന്ന നാമമാണിത്. This is the name that every knee shall bow in front. സഭയുടെ നാമം മുഴങ്കാല് മാത്രമല്ല, Not only the knee of the church, സഭാ ജനങ്ങളുടെ വിശ്വാസികളുടെ നാമം മാത്രമല്ല ഏറ്റുപറയാൻ പോകുന്നത്. not only the mouth of the believers is going to confess his name. എല്ലാ നാവും പാടി വാഴ്ത്തും. Every person in the universe will lift his name up. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. നമുക്കെല്ലാം ഡിഫറെന്റ് പാസ്വേഡ്സ് ഉണ്ട് അല്ലേ? We all have different passwords. ഒരു പാസ്വേഡ് കൊണ്ട് ഫോൺ ഓപ്പൺ ചെയ്യാം. With one password you can open the phone. മറ്റൊരു പാസ്വേഡ് കൊണ്ട് ബാങ്കിലെ അക്കൗണ്ട് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. Another password you use for the bank account. വേറൊരു പാസ്വേഡ് കൊണ്ട് ഇമെയിൽ തുറക്കാം. And another password you use for the email. ഓരോന്നിനുമുള്ള പാസ്വേഡ് ആ സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. And that password only work in that system. എന്നാൽ യേശുവിന്റെ നാമം, But about the name of Jesus, എന്തിലേക്കൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്? what kind of access does that give us? സ്വർഗ്ഗം നമുക്കായിട്ട് തുറക്കപ്പെടുന്ന നാമം, And that is the name that will open the ബന്ധനങ്ങൾ gates of അഴിക്കുന്ന heaven. നാമം, And all the bondage will be broken in that name. ഭൂതങ്ങളെ മിണ്ടാതാക്കി അവരെ പുറത്താക്കുന്ന നാമം, And demons will be quieted and get rid of in the name of Jesus. നമുക്ക് സൗഖ്യം നൽകുന്ന നാമം, The name that gives us healing. മുറിഞ്ഞവരുടെ മുറിവുകളെ കെട്ടുന്നതായ നാമം, And the name that binds up the wounds of those broken. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ മുഖാന്തരമാകുന്ന നാമം. The name that allows us to forgive our sins.
ഇങ്ങനെ ആക്സസ് ഉള്ള ഒറ്റ പാസ്വേഡേ ഉള്ളത് യേശുവിന്റെ നാമമാ. There is only one name has authority over all those things. That is the name of ഈ Jesus. നാമം ഹോസ്പിറ്റൽ റൂമിൽ വർക്ക് ചെയ്യും. And that name will work in the hospital room. ഈ നാമം പ്രിസൺ സെൽസിൽ വർക്ക് ചെയ്യും. That name will work in the prison cell. ഈ നാമം വാർ സോൺസിൽ വർക്ക് ചെയ്യും. That will work in the battlefield. ക്വയറ്റ് ബെഡ്റൂംസിൽ വർക്ക് ചെയ്യും. That will work in the quiet bedroom. അർദ്ധരാത്രി വർക്ക് ചെയ്യും. That will work in the midnight. ജനക്കൂട്ടത്തിനിടയിൽ വർക്ക് ചെയ്യും. That name will work in the middle of the crowd. ഏകാന്തതയിൽ വർക്ക് ചെയ്യും. And that name will work in isolation. പ്രയാസങ്ങളിൽ ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്യും. That name will work when you go through നാം difficulties. സന്തോഷിക്കുമ്പോൾ വർക്ക് ചെയ്യും. That name will work when you rejoice. ഇങ്ങനെയൊരു നാമം. There is such a name. ഹല്ലേലൂയ Hallelujah, ഹല്ലേലൂയ hallelujah, ഹല്ലേലൂയ. hallelujah. നമ്മുടെ നാവിൽ ആ നാമം മുഴങ്ങട്ടെ. And that name will ring on our mouth and on our tongue. വെറുതെ ഒന്ന് റിസൈറ്റ് ചെയ്യാനായിട്ടല്ല. It is not a name that you vainly ആ use. നാമത്തിലെ ശക്തിയും പവറും അധികാരവും അറിഞ്ഞ് You need to understand the authority and the power that is in that name. രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതായ നാമം. That is a name that can heal diseases. പാപങ്ങൾ ക്ഷമിക്കുവാൻ ശക്തിയുള്ള നാമം. That is a name that can forgive your sins. നമ്മെ വിടുവിക്കുവാൻ ശക്തിയുള്ള നാമം. That is a name can deliver us. നമുക്ക് ഏറ്റുപറയാം. Let us confess this morning. ഇന്ന് രാവിലെ നമ്മുടെ ഇടയിൽ ആ നാമം ഒന്ന് മുഴങ്ങട്ടെ. This morning I pray that name will ring among us this morning. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. The name of Jesus, the name of Jesus. Hallelujah, hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാ നാവും അവനെ വണങ്ങാൻ പോവുക, അവനെ ഏറ്റുപറയാൻ The word പോവുക. of God says every tongue will confess his name. നമ്മുടെയൊക്കെ നാവിന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് കേട്ടോ. Our mouth has an appointment. നമ്മുടെ മുട്ടിന്, നമ്മുടെ മുഴങ്കാലുകൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. Our knees have an appointment. ലോകത്തിലെ സകലരുടെയും മുഴങ്കാലുകൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. Every person's knee in the world has an appointment. എല്ലാ നാവുകൾക്കും ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. Every tongue on earth has an appointment. എന്തിനുള്ള അപ്പോയിന്റ്മെന്റാ? What kind of appointment? എല്ലാ നാമത്തിനും മേലായ നാമം നിന്റെ നാമം എന്ന് പറയുന്ന ഒരു ദിവസം വരാൻ There is പോകുന്നു. a day that is coming that his name is above every other name. ചിലര് വില്ലിംഗ് ആയിട്ട് പറയും, Some people willingly will say it. ചിലര് താല്പര്യമില്ലെങ്കിലും പറയേണ്ടി വരും. Some people, even though they're not desired to say, they will be forced to say it. കാരണം അവനേക്കാൾ വലിയവനായി ആരുമില്ല. Because there is nobody above him. എല്ലാ നാവും ഏറ്റുപറയും. Every tongue will confess. ഹല്ലേലൂയ Hallelujah, ഹല്ലേലൂയ. hallelujah. അവന്റെ അധികാരം വെളിപ്പെടുമ്പോൾ, അവന്റെ തേജസ് വെളിപ്പെടുമ്പോൾ, When his glory is revealed, his authority is revealed. ലോകം മുഴുവൻ ഏറ്റുപറയാൻ പോകുന്ന ഒരു നാമമാണ്. There is a day that will come, the world will confess his name. യേശുവിന്റെ നാമം. The name of Jesus. യേശുവിന്റെ The നാമം. name of Jesus. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും നാമം എല്ലാം മുഴങ്കാൽ മടങ്ങുന്ന നാവ് കൊണ്ട് ഏറ്റുപറയുന്ന നാമം. On heaven and earth and beneath the earth, there is a day that would come that every knee will bow to his name. ഹല്ലേലൂയ. Hallelujah, hallelujah. സൃഷ്ടിയെല്ലാം കാത്തിരിക്കുക, And all this creation is waiting. ഒരുപോലെ കാത്തിരിക്കുക. And uniquely and in unison they're waiting. ആ വലിയവനായ കർത്താവിനെ ആരാധിക്കാനായിട്ട്, And to worship that great God that we serve. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി സൃഷ്ടി ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടെ കാത്തിരിക്കുന്ന വചനത്തിൽ The വായിക്കുന്നു. word of God says the creation is whining and grumbling for the ആ creator. ദിവസം വരാൻ പോവുകയാണ്. And that day is coming. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. How blessed are we? നമ്മളെ നിർബന്ധം ചെലുത്തി അല്ലെങ്കിൽ സമ്മതിപ്പിച്ച് നമ്മൾ ഏറ്റുപറയേണ്ടി വരികയില്ലല്ലോ. And we are not going to be forced to say his name. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും. And from the bottom of our heart we will നമ്മുടെ say. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മൾ ഏറ്റുപറയും. From the depth of our heart we will confess. കർത്താവേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. Lord, you are worthy, you are worthy. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി നമ്മൾ ഏറ്റുപറയും. We will confess that from every tribe and every nation those people are gathered by your name. ഹല്ലേലൂയ. Hallelujah. നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. And we should be waiting patiently for that. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ചെറിയ ലക്ഷ്യങ്ങളാകരുത്. Our goal and vision for our life should be something small. ഈ കർത്താവിനെ ആരാധിക്കുന്നതായിരിക്കണം But നമ്മുടെ to ലക്ഷ്യം. worship this God that we are preaching. അതുകൊണ്ട് അവന്റെ മനസ്സോടെ നമുക്ക് ജീവിക്കാം. So let us live with the mind of Christ. അപ്പൊ പിന്നെ ആരും നിർബന്ധം ചെലുത്തി ഏറ്റുപറയേണ്ടി So വരത്തില്ല. nobody has to force you to say his name. അവന്റെ മനസ്സോടെ ജീവിക്കുന്നവർ എന്തുവാ ചെയ്യുന്നത്? So what do
people who live with the mind of Christ do? They will choose humility over pride. Humility, they will choose humility. അവര് ലീഡർഷിപ്പിനേക്കാൾ കൂടുതൽ സെർവന്റ്ഹുഡ് അവർ പ്രിഫർ They ചെയ്യും. will choose leadership, servanthood over leadership. അവര് choosing the glory of God than their own success. അവരുടെ സ്വന്തം വിജയത്തെക്കാൾ ദൈവത്തിന്റെ മഹത്വം താല്പര്യം. They choose the glory of God above their own success. മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ കണ്ണുകളിൽ കൂടെ കാണും. They will see others through the eyes of Jesus. നമ്മുടെ സ്നേഹത്തിന് എല്ലാവരും പാത്രീഭൂതരാണെന്ന് നമ്മൾ തിരിച്ചറിയും. And we will understand that everybody deserves our love. നമ്മൾ ഏറ്റുപറയും. When we confess അവന്റെ നാമം, അവന്റെ നാമം. His name and His name. എല്ലാ നാവും പാടി വാഴ്ത്തും. Every tongue will sing and ഒരു glorify His നിമിഷം name. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can you stand on your feet in the presence of നമ്മുടെ God? നാവിൽ ഇന്ന് രാവിലെ ആ ശബ്ദം ഒന്ന് മുഴങ്ങിയാൽ, And I pray that that name will come in your mouth. ഈ ആലയത്തിൽ ആ ശബ്ദം ഒന്ന് നിറഞ്ഞു And നിന്നാൽ, I pray that that sound will resound, that name will resound in this മറ്റൊന്നും place. ചിന്തിക്കാനല്ല, And we not to think about anything else. നമുക്കൊന്ന് ഏറ്റുപറയാം യേശുവിന്റെ നാമം. Let us confess the name of Jesus this morning. യേശുവിന്റെ നാമം, The name യേശുവിന്റെ of നാമം. Jesus this morning. ആ നാമത്തിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ്, We need to recognize the authority of that ആ name. നാമത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ്, To understand the authority and the power നമ്മുടെ of Jesus' നാവുകൾ name. അടച്ചു വയ്ക്കാൻ നമുക്കൊന്ന് തുറക്കാം. And let us open our mouths and now close your നമ്മുടെ mouth. ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. Let us lift our voices and praise God this morning. എല്ലാ നാമത്തിനും മേലായ നാമം. The name that is above every name. ഓ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം. And the one whose knees will be bowed in heaven and earth and under the earth. കർത്താവേ, ഞങ്ങൾ നിന്റെ മുമ്പിൽ വണങ്ങുന്നു എന്ന് പറയാം. Let us say, Lord, we bend our knees in front of you. യൂണിവേഴ്സൽ ആയിട്ട് അവനെ അംഗീകരിക്കാൻ പോവുകയാണ്. And there is a day that's coming universally. He's going to be accepted. സമ്മതത്തോടെയും സമ്മതമില്ലാതെയും അംഗീകരിക്കാൻ പോവുകയാണ്. Whether knowingly or unknowingly or willingly, He's going to be taken. എന്താ പാവങ്ങളാകുന്ന നമുക്ക്, അയോഗ്യരായി ഒന്നുമില്ലാത്ത നമുക്ക് ഈ കൃപ കിട്ടിയല്ലോ. God has given us the grace to accept this willingly. ഇപ്പോഴേ അത് വിളിച്ചു പറയാൻ Let ഒരു us അവസരം confess നമുക്ക് that. കിട്ടി. Let us confess that even that this morning. ഓ, അവൻ മാത്രം കർത്താവ്, He is the one who is Lord of our അവൻ lives. മാത്രം ഉയർന്നിരിക്കുന്നവൻ. He is the one that is seated above. ശബ്ദം ഉയരട്ടെ ഇന്ന് രാവിലെ, I നമ്മുടെ pray ശബ്ദം that our ഉയരട്ടെ. voices will rise in this place. അവനെ ഒന്ന് ആരാധിപ്പാനായി നമ്മുടെ Hallelujah, ശബ്ദം hallelujah, ഉയരട്ടെ. the name of Jesus. The name of Hallelujah, Jesus, the name hallelujah. of Jesus. ദൈവത്തിന്റെ Above every പരിശുദ്ധാത്മാവ് other നമ്മുടെ name, ഉള്ളിൽ every other തരുന്ന name. ചിന്തകൾ, Hallelujah, കർത്താവിനെ we worship കുറിച്ച് you, തരുന്ന Father. ചിന്തകളെ Your name will ഏറ്റുപറഞ്ഞ് be lifted in അവനെ this നമുക്ക് place, O ആരാധിക്കാം. God. Let us worship God, we the worship Lord. you, O God. Your name is above Hallelujah, every other hallelujah. name. We worship you, O God. Every knee will bow. Every tongue Glory, will glory, confess that glory, He is glory. Lord. Hallelujah. Hallelujah, hallelujah, hallelujah. We thank you, Jesus. We thank you, Jesus. We thank you, Jesus. Glory be to God. We serve Glory a be to wonderful God. God. Glory We be serve to a wonderful God. Fill this God. presence We with your bring presence, authority, Lord. all authority Fill this to you, place O with God. your presence. All, Fill this all place love with to your you, O presence. God. Every pew. Hallelujah, Every pew. hallelujah. Every We thank pew, you, oh Father. Lord. Hallelujah. We thank you, Father. We Let thank your you, Father. presence fill this place. Hallelujah, hallelujah. For the We deliverance, for acknowledge the your name, O breakthrough. God. We confess your name, O God. Amen, amen. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. Our Heavenly Father, we thank you for this morning you have given us, oh God. Thank you for your name above every other name, Lord. We don't need to be concerned. We don't need to be in fear of the authorities of this world because you have supreme authority, oh God. We trust in your name, Father. Your name is for every need that we have, for our healing, our emotional healing, spiritual healing, financial reasons, whatever we may be going through, Lord, we can proclaim your name. Amen. From the dungeon to the prison to the Amen, palace, amen, your amen. name will be lifted up. Yes. Hallelujah, hallelujah. Hallelujah. There is a day that is coming. We look forward to that day. Every mouth will confess Amen. that you are Lord of this universe, oh God. Father, thank you for the privilege that is given to people like us who do not deserve, oh God. Oh, we praise you. From the remote places of this world that we have Hallelujah. gathered here, we have no right to claim your name, oh Hallelujah, God. hallelujah. But thank you for the blessed assurance we have received. We lift your name up this morning, Father. Thank you for enabling your servant to bring the word this morning. We confess our sins, oh God. Help us to love each other and to be you be the head and we be the body of Christ, that we work and love each other, to work and respect each other in humility, oh God.
Amen. We thank you once again for what you have done, continue to do in this new year. We look forward, Father. We love you, we praise you. In Jesus Christ, our Lord's precious name, we pray. Amen. Amen. Please be seated in your places. Thank you, sir. Thanks to